ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ലഹരി വിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം. K7 ക്യാമ്പയിനിലേക്ക്. നമസ്കാരം, ഞാൻ കൊച്ചി സരിൻകുമാറാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പൊതുജീവിതം വളരെ നിസ്സഹമായ ചിന്തയോടുകൂടിയേ നമുക്ക് ഉണരാൻ കഴിയൂ എന്നതാണ്. അല്ലാത്ത വേദനയാണ് ഓരോ ദിവസവും നമ്മുടെ പത്രത്താളുകൾ ലഹരി മരുന്നിൻ്റെ വിപത്തിൽപ്പെട്ടുപോയ ചില സംഭവവികാസങ്ങൾ. ഈയടുത്ത് അത്യഗാധമായ ആ വലിയ ദുരന്തമാണ് അഫാൻ എന്ന ആ പയ്യൻ 5 പേരുടെ ലഹരി മരുന്നിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ അഡിക്ഷനായി 5 പേരെ കൊലപ്പെടുത്തിയത്. ഇപ്പോഴാണ് ഇതിൻ്റെ ക്യാമ്പയിനും വർക്കൊക്കെ തുടങ്ങിയിരിക്കുന്നത്. MDMA എന്ന ഈ രാസലഹരി അടക്കമുള്ള സാധനങ്ങൾ നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്കൂൾ തലങ്ങളിൽ പകരുകയാണത്. ഏത് വിധത്തിലാണ് ഒരു രൂപവും അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഈ ശ്രേഷ്ഠമായ ശ്രമം ഇത് ഞാനിന്ന് ഹൃദയത്തോടുകൂടി വരവേൽക്കുകയാണെന്നുള്ള ഈ സംരംഭത്തിൽ. ഇപ്പോൾ ലഹരി മരുന്നിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടി പോലെ ഒരു അരമണിക്കൂർ നിൽക്കുന്ന ഒരു കഥാപ്രസംഗ ക്യാമ്പയിൻ ഈ കൊച്ചി ആകമാനം നടത്തിയാൽ എന്ത് എന്നൊരു ചിന്തയിൽ ഞാനൊരു കഥ രൂപപ്പെടുത്തി പോവുകയാണ്. 1987 ഇടക്കൊച്ചി പ്രഭാകരൻ എഴുതിയ ഒരു കഥയുണ്ട്, തീരം തേടിയ മുത്തു. ലഹരി മരുന്നായിരുന്നു വിഷയം. അന്നത്തെ കാലം അതങ്ങനെ എതിരേറ്റു. പക്ഷേ ഇന്ന് വീണ്ടും ആ കഥ തിരിച്ചു പറയേണ്ട സാഹചര്യത്തിലാണ്. പക്ഷെ എടുത്തിരിക്കുന്നത് ആ കഥയല്ല. ലഹരി മരുന്നിലൂടെ കുഞ്ഞുങ്ങൾ വഴുതിപ്പോകുന്ന അതിനെ വിലങ്ങ് തടിയിടാനായിട്ടുള്ള മാതാപിതാക്കളുടെ ശ്രമം, പൊതുസമൂഹത്തിന്റെ ശ്രേഷ്ഠമായ ശ്രമം, അതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ ദുര്യോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രമുഖമായ ഒരു കേരളത്തെ ഒരുക്കുവാൻ നമുക്ക് കഴിയും. അതിന് നിങ്ങളുടെ ഈ സംരംഭത്തോടൊപ്പം വലിയ കലാപ്രവർത്തകൻ കൊച്ചി സരികുമാർ 100% ഉണ്ട്. നമസ്കാരം, ഞാൻ പ്രദീപ് പുള്ളുരുത്തിയാണ്. അറിയാലല്ലോ, ഒരു പാട്ടുകാരനാണ്. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ സംഗീതമാണ് നമ്മുടെ ലഹരി. ഈ നാട്ടില് ഇപ്പോ അതായത് ഈ കലാപരമായ അല്ലെങ്കിൽ സാംസ്കാരികപരമായ പല പ്രശ്നങ്ങളും കട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സാംസ്കാരികമായ ഇടങ്ങളെ കട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മറ്റു ലഹരികൾക്ക് സ്ഥാനം പിടിച്ചു വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് കലാപരമായും കായികപരമായും പുതിയതായിട്ട് ഉയർന്നു വരുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ പുതിയ തലമുറയൊക്കെ ആ വഴിയിലേക്ക് നയിക്കാനുള്ളൊരു ശ്രമം നടത്താൻ ശ്രമിച്ചാൽ മിക്കവാറും ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന, ഇപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി എതിരായിട്ടാണോ പോരാടുന്നത് ആ പോരാട്ടത്തിന്റെ ആക്കം കുറയ്ക്കാൻ പറ്റും. കാരണം പിള്ളേരെല്ലാം വഴിമാറി ചിന്തിച്ചു വരും. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കണം ലഹരി. നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളായിരിക്കും. അല്ലാതെ മറ്റു ലഹരികൾ തേടി പോകുന്നതിന്റെ പ്രത്യാഘാതം സമൂഹത്തിന് ഏറെ ദോഷം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ല, എല്ലായ്പ്പോഴും TV തുറന്നാൽ നമ്മൾ കാണുന്നത് കൊലയും കൊള്ളയും ഇതെല്ലാത്തിൻ്റെ പുറകിൽ ലഹരിയുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ലഹരി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഉന്മൂലനം ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങളും ഭരണപക്ഷത്തിന്റെ കയ്യിൽ നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ തലമുറയെ നേർവഴിക്ക് നയിക്കാനുള്ള അവരെ കലാപരമായും സാംസ്കാരികമായും ഉന്നമനത്തിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങളും കൂടെ ഉണ്ടാകും. എങ്കിൽ മാത്രമേ ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മുക്തിയിലാകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കണം നമ്മുടെ ലഹരി.